തങ്ങളുടെ പോകുന്ന വോട്ടുകൾ തിരിച്ചു കിട്ടാനായി ഈ മുസ്ലിം വർഗീയത പെരുപ്പിച്ച് കാണിക്കലാണെന്ന് വീണ്ടും CPM-ന് കിട്ടിയ ഉപദേശം ഉടൽ തെറ്റിയാണ്. കാരണം മുസ്ലിം ലീഗിനെ ആക്രമിക്കാനായി ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ കയറൂരി വിടുക, എന്നിട്ട് അത് പറയുക മുസ്ലിം ലീഗിനെയാണ്, മുസ്ലിങ്ങളെല്ലാം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അത് മുസ്ലിം വർഗീയതയാണ്. രണ്ട്, ഈ പറയുന്ന ഈ ഒരു എന്താ പറയുക, ഒരു ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഞാൻ കണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഒന്നും ഒരു സാമൂഹ്യ ശക്തിയല്ല. ഇവർക്ക് ഈ CPM-ൻ്റെ ബുദ്ധിജീവികൾക്ക് അവരുടെ ബുദ്ധിജീവികളുമായി മത്സരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെന്തോ വലിയ ബുദ്ധിജീവിയാണെന്നും CPM-ൻ്റെ കുട്ടി സഖാക്കളും അവരുടെ ബുദ്ധി ഉപദേശകരും വിശ്വസിക്കുകയാണ്. വാസ്തവത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ മൊത്തം മുസ്ലിങ്ങളെ ആക്രമിക്കുകയാണ് എന്ന പ്രതീതിയാണ് മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് പ്രതികരിക്കുന്നത് നമ്മൾ പറയുന്നത്. അത് ഇല്ല എന്നെല്ലാം TP രാമകൃഷ്ണനും ഒരു അർദ്ധ ആത്മവിശ്വാസത്തോടുകൂടി അവർ പറയുന്ന കേട്ടാൽ അറിയാതില്ല, അവർ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിർണായകമാണ് മുസ്ലിം ക്വസ്റ്റ്യൻ. അങ്ങനെ തന്നെ നമുക്ക് പറയാം, വേറെ മാധ്യമങ്ങൾ അങ്ങനെ പറയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നേരത്തെ BJP-യുടെ ഒരു അജണ്ട, BJP-ക്ക് വളരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തകരണം കേരളത്തിൽ. പക്ഷേ അത് പൊളിഞ്ഞെന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസിൽ കൂടുതൽ ഈ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ അവർ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നാലേ BJP വളരൂ എന്നൊരു ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ടോ? അതിനിടയ്ക്ക് ഈ സീറ്റുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പ്രായോഗികമാണോ? ഗൗരി എന്ന് പറയും. ഈ പൊതുവിലുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കണ്ടത് BJP-യോട് വളരെ അക്കോമഡേറ്റീവായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. BJP-യോട് മാത്രമല്ല, നമ്മളൊന്ന് ആലോചിക്കണം, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ എതിർക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും ഏറ്റവും മോശപ്പെട്ട പ്രതിനിധാനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോയത്. SDPI ഒരു വശത്ത്, ഇപ്പുറത്ത് RSS-ഉം അതിൻ്റെ ഇതും. ഈ രണ്ടിനെ ഒരുപോലെ സംരക്ഷിക്കലായിരുന്നോ വേണ്ടിയിരുന്നത്, അതോ 83-ലും 82-ലും 84-ലും പറഞ്ഞ പോലെ ഇതിനെ രണ്ടിനെ ഒരുപോലെ അകറ്റി നിർത്തലാണോ വേണ്ടിയിരുന്നൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ പാളിച്ച പറ്റി. ഒന്ന്, മാങ്കുട്ടി അംഗീകരിക്കുന്ന വിചാരിക്കണം. രണ്ട്, ഞാൻ പാളിച്ചയല്ല, അതിന് ഞാൻ കാപട്യം എന്നാണ് വിളിക്കുക. കാരണം SDPI എന്ന് പറയുന്ന ഈ പറയുന്ന CPM-ന് തന്നെ നേരിട്ട് അനുഭവമുള്ള അവരുടെ തന്നെ അനുഭവമുള്ള സഖാക്കളെയും രക്തസാക്ഷികളെയും സൃഷ്ടിച്ച പാർട്ടിയുമായി ഒരു അലിഖിതമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കേരളത്തിലെത്തുക കഴിഞ്ഞില്ല. തമിഴ്നാട്ടിൽ അവർക്ക് വോട്ട് പിടിക്കുക ചെങ്കൊടിയുമായി, ബംഗാളിൽ അവർക്ക് വേണ്ടി ചെങ്കൊടിയുമായി വോട്ട് പിടിക്കുക. മലയാളികൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. SDPI-യുമായിട്ടുള്ള ബന്ധം കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ബംഗാളിലുമുണ്ട്. ഇത് മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് ജമാഅത്തെ ഇസ്ലാമി എന്ന മതപ്രചരണ സംഘത്തെ, അവരുടെ യഥാർത്ഥത്തിൽ അവർ പ്രബോധനമാണ് അവരുടെ പരിപാടി. ഒരു ബോറൻ ഒരു ഞാൻ എന്നോട് യോജിക്കുന്നയാളുമല്ല, മംദൂദീസ് ഒന്നുമില്ല. പക്ഷേ അവരെന്തോ 2-3 പേർക്ക് രാഷ്ട്രീയം പറയാൻ അറിയുന്നത് കൊണ്ട് അവരാണ് ബുദ്ധിജീവികൾ. അതായത് കാൾ മാർക്സിനെയും എംഗൽസിനെയും ഒക്കെ മത്സരിക്കാൻ ദാവൂദും പ്രമോദ് രാമനും അല്ലെങ്കിൽ ആണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൗദ്ധിക നിലവാരത്തിൻ്റെ ഇടിവാണ് കാണിക്കുന്നത്. ഒരു ശകലം ഒരു വ്യത്യസ്തമായിട്ട് സമയമുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ. ഇപ്പോൾ SDPI അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഇപ്പം അവർക്ക് അനുകൂലമായി ഞാനിപ്പോൾ ഒരു ചാനലിൽ ഒരു വാചകം പറഞ്ഞാൽ നാളെ എൻ്റെ വീട്ടിൽ മുട്ട് വരും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ പേര് ഗൗരിദാസൻ നായരായതുകൊണ്ട് ചിലപ്പോൾ വരികയിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആ വാലിപ്പോഴും കളയാത്തത്. അല്ല, മാറ്റുന്നില്ല. മാറ്റി ഇന്ത്യയിൽ ഇനി ജീവിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്, എൻ്റെ പോയിന്റ് ഇതാണ്. ഞാൻ പൊതുവിൽ ഈ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും അവർ വെച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. അവരുടെ പ്രയോഗത്തെ എല്ലാം പറയുന്നത് എന്നുവെച്ചാൽ കേരളത്തിൽ ദളിത് ന്യൂനപക്ഷങ്ങളുടെ ഐക്യം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. അതിനെ പ്രായോഗിക തലത്തിൽ അവർ കൊണ്ടുവന്നത് ഏത് തരത്തിലാണെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വിമർശനം. അത് വേറെ. അപ്പോൾ അങ്ങനെ പറയുന്ന SDPI അവിടെ നിൽക്കട്ടെ. വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, അതായത് ഒരു രാക്ഷസ രൂപം ഒരാൾക്ക് സമ്മാനിച്ച് അല്ലെ പേപ്പട്ടിയാക്കിയിട്ട് തല്ലിക്കൊല്ലുന്നൊരു പോലെയാണ് വെൽഫെയർ പാർട്ടിയോടും ജമാഅത്തെ ഇസ്ലാമിയോടും മാധ്യമത്തോടും ചെയ്യുന്നത്. ഈ പ്രമോദ് രാമൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ വളഞ്ഞിട്ട് തല്ലുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ചീത്ത വിളിക്കുക എന്നുവെച്ചാൽ കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത. ഓക്കെ, എല്ലാവരെയും ചീത്ത വിളിക്കുന്നുണ്ട്, ഇപ്പോൾ അതുകൊണ്ട് ആരും അതിൽ ഇപ്പം പുറത്തല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഹിന്ദു വോട്ട് കിട്ടാനാണ്. ഈ ഹിന്ദു വോട്ട് കിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ല
ആയിരുന്നില്ല അല്ലേ? ഏതാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ല ഈ നിലപാടായിരുന്നില്ലല്ലോ. മുസ്ലിം അനുകൂലമായിരുന്നല്ലോ. അത് നമ്മുടെ പിന്നെ മറ്റേ ഇവിടുത്തെ റാലികളും മറ്റേ അതെ പിന്നെ സദസ്സുകൾ നടത്തി അതിൽ നിസ്കരിക്കുക, ഇമാതിരി കോമാളിത്തരങ്ങൾ കാണിച്ച് അതുകൊണ്ടാണ് വോട്ട് പോയതെന്നാണ് പിന്നീടുള്ളൊരു പഠനം. അത് ഒറ്റ ചാട്ടമാണ് ഇപ്പുറത്തേക്ക്. ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം പോലുമല്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വേണമെന്ന് എനിക്ക് രാഷ്ട്രീയം പോലും രാഷ്ട്രീയം പോലും അത് മതി. ഇനി ഇത് അടുത്ത രണ്ടാമത്തെ പ്രശ്നം, ഇടതുപക്ഷത്തിൽ നിന്ന് എക്കാലം അകന്നു നിന്നിരുന്ന ക്രിസ്ത്യൻ സമുദായങ്ങളെ അടുപ്പിക്കുന്നതിൽ 2021 വമ്പിച്ച വിജയമാണ് പിണറായി വിജയൻ നേടിയത്. 2016 എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കോമൺ വോട്ടായിരുന്നു. പക്ഷേ 2021 നിന്ന് 2026 എത്തുമ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിലെ തീർച്ചയായിട്ടും യാക്കോബായ വിഭാഗം പള്ളിത്തർക്കത്തിൻ്റെ പേരിൽ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് സത്യമാണെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഡിനോമിനേഷൻ. ഓർത്തഡോക്സ് വിഭാഗമല്ല. അപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കയ്യിലുള്ളത് ചില സമ്പത്തും അതിനെ കോംപ്രമൈസ് ചെയ്യാൻ വീണ ജോർജിനെ ഒക്കെ ഇറക്കി. വീണ ജോർജിന്റെ ഹസ്ബൻഡിനെ ഇറക്കിയത് ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ വീണയുമായിട്ട് എത്രയോ കാലം അല്ല ഇതിൽ സംഭവിച്ചത് അല്ലല്ലേ പറഞ്ഞ പുറകിലെ കൗശലം. ഇതിൽ സംഭവിച്ചത് ഈ 2026 എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചുമായിട്ട് BJP രംഗത്ത് വന്നു കഴിഞ്ഞു. ഒരൊറ്റ സംഭവം ഉണ്ടായില്ലെങ്കിൽ FCRA നിയമം ഭേദഗതി ചെയ്യാൻ അവരപ്പോൾ അമിത്ഷായുടെ ബുദ്ധി പ്രയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനി അച്ഛന്മാരും പട്ടക്കാരും ബിഷപ്പുമാരും പേടിത്തൊണ്ടന്മാർ. അത് മാത്രമല്ല ഞാൻ അച്ഛന്മാരെയൊക്കെ ഞാനൊന്ന് മാറ്റി. എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാൾ ഗുരുതരം ഈ ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ അതിലെ സമ്പന്ന അവരെല്ലാം ഇടത്തരവും അതിന് മുകളിലും കർഷകരുമാണ്. അവരുടെ ഇടയിൽ BJP കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അടി കിട്ടുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന പാവം വീട്ടിൽ നിന്നൊക്കെ പോകുന്ന ഈ കന്യാസ്ത്രീമാർക്കും അച്ഛന്മാർക്കും ഇട്ടും അടി. അതായിക്കോട്ടെ, നമുക്ക് ദേശീയ തലത്തിൽ ജന്തർ മന്ദിറിൽ ഒരു ജാഥ നടത്തി തീർക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ, നമ്മുടെ പള്ളിയുടെ സമ്പത്ത് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് BJP ഭേദം എന്ന നിലയിലേക്ക് അവർ എത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കല ഉടഞ്ഞത്. പക്ഷേ അതിൻ്റെ ഗുണമാർക്കാം? അതാണ് ഇവിടെ ചോദ്യം. ഇലക്ട്രൽ ഗെയിൻ ആർക്കാണ്? അവർക്ക് അവരുടെ നോർമൽ അല്ലെ UDF ആണ്. ബിഷപ്പുമാരെ നേരിട്ട് വിളിച്ച് പറഞ്ഞല്ലോ, PC ജോർജ് തന്നെ പറഞ്ഞില്ലേ UDF ആണ്. അതെ, ഇപ്പൊ എനിക്ക് ഇരിങ്ങാലക്കുട പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇപ്പൊ ബിന്ദു മത്സരിക്കുന്ന മണ്ഡലമാണ്. ഉണ്ണിയാടൻ എന്ന് പറയുന്ന PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിയാണ്. PJ ജോസഫിന് അവിടെ വലിയ ശക്തിയൊന്നുമില്ല അവിടെ. പക്ഷേ ഒരു വലിയ മത്സരം വരുന്നതിന്റെ അടിസ്ഥാനം ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ണിയാടന് പോകാൻ സാധ്യതയുണ്ട്. ഉണ്ണിയാടൻ ജയിച്ചിട്ടുള്ളതാണ്. പക്ഷെ പാർട്ടിയില്ല അദ്ദേഹത്തിന്റെ. ഉണ്ണിയാടനെ തോൽക്കാൻ കൊണ്ട് നിർത്തിയതാണ്. പണ്ട് തോൽക്കാൻ കൊണ്ട് നിർത്തിയതാണ്. അവിടെ നിന്ന് അദ്ദേഹം ജയിക്കാനുള്ള സ്ഥാനാർത്ഥി ആവണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ക്രിസ്ത്യാനികളുടെ കാര്യം നമ്മൾ ക്രിസ്ത്യൻ ക്വസ്റ്റ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്ത രീതി വളരെ കേരളത്തില് ക്രിസ്ത്യൻ വോട്ടർ നമ്മളിപ്പോ ജാതി പണ്ടൊക്കെ പറയാറ്, നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉടനെ ജാതി പറയും, മതം പറയും. നോ, അതേ ഉള്ളൂ സത്യം. പോട്ടെ, കമ്മ്യൂണൽ റോഡ് ടു ടെക്യുലർ കേരള എന്ന് ജോർജ് മാത്യു സാർ എന്നോ എഴുതിയത് എത്ര സത്യം. ഇവിടെ ലത്തീൻ കത്തോലിക്ക വിഭാഗം മാത്രമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തിട്ടുള്ളൂ. അവർക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. അവർക്ക് തീരദേശ ജനതയുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതിലവർ വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല. ആ വ്യക്തികൾക്ക് അവർ വോട്ട് തിരിഞ്ഞും മറിഞ്ഞും ഇടതുപക്ഷത്തും വലതുപക്ഷത്തും വലതുപക്ഷമല്ല, അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് മറ്റ് സമുദായങ്ങളിലൊക്കെ ചാഞ്ചാട്ടമുണ്ട്. ആ ചാഞ്ചാട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റിലെ ഗുണഫലം ഉണ്ടാകുന്നത് UDFനാണെങ്കിൽ അത് മാധവൻകുട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് UDF. ഞാനിങ്ങനെ എന്തുകൊണ്ട് UDF ജയിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രമുഖ അന്തർധാരകൾ ഇത് തന്നെയാണ്. അത് നാണിക്കേണ്ട കാര്യമില്ല. അതായത് ന്യൂനപക്ഷ ഏകീകരണം വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് അത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി അതിന് ഒരു ഉദാഹരണം പറഞ്ഞു തരാൻ വളരെ വ്യക്തമാണ്. ഇപ്പം CPMൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗമാണല്ലോ കാന്തപുരത്തിൻ്റെ പാർട്ടിയുടെ ജനനം മുതൽ ഞാനത് മലബാറിൽ കവർ ചെയ്ത് എനിക്കറിയാവുന്ന അതിൻ്റെ പ്രതിഭാസം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൻ്റെ പാർട്ടി വിചാരിച്ചത് ഉസ്താദ് പറഞ്ഞ പോലെ എല്ലാവരും ഇടതുപക്ഷത്തിന് കുത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ
ബൂത്ത് തലത്തിൽ എണ്ണി നോക്കിയപ്പോൾ ഉസ്താദിൻ്റെ കുടുംബക്കാരൊക്കെ UDF വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്നതും ഉസ്താദ് പറഞ്ഞ വോട്ട് വരും, യാക്കോബ സഭയുടെ വോട്ട് വരും ഇടതുപക്ഷത്തിനെന്നുള്ള അതും ഇത്തവണ വെല്ലുവിളിക്കാൻ പോകും. ഞാൻ കേട്ടെടുത്തോളം, ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടെടുത്തോളം ഈ തെരഞ്ഞെടുപ്പിന് ഏകദേശം 6 മാസം മുമ്പ് തന്നെ അദ്ദേഹം 1-2 പേരോട് ഇത് ശരിയാവാൻ തെറ്റായങ്ങോട്ട് കേൾവി മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ പറ്റി ഒരു പരാതിയുമില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം അവർ ചെയ്തു തന്നു. കാന്തപുരമല്ലേ? യുനാനി യൂണിവേഴ്സിറ്റി, നോളജ് സിറ്റി, യുനാനി സിറ്റി യൂണിവേഴ്സിറ്റി അവരെല്ലാം തന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഇല്ല, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന് പറഞ്ഞല്ല, എനിക്കറിയാം. പിന്നെ പഞ്ചായത്തിൽ ഇന്ന വാർഡിൽ കാന്തപുരം കുടുംബം LDF വോട്ട് ചെയ്തില്ല, UDF വോട്ട് ചെയ്തു എന്നുള്ളത് എനിക്കറിയാവുന്നതാണ്. പേര് പറഞ്ഞ കുടുംബത്തെ പറ്റി അതിനെ ഇനി സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് 8:45 നമ്മളെ ഫലങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 66, 67 ഇതെങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യില്ലോ എന്നറിയില്ല. മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ LDF ഈ 95 ഒരു 95-ൽ 55 പേരെയും വീണ്ടും മത്സരരംഗത്തേക്ക് ഇറക്കി നടത്തിയ സ്ട്രാറ്റജി CPM അതുപോലെ തന്നെ LDF പൊതുവിൽ തന്നെ അത് അവരെ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വളരെ ഏർലി ഡേയ്സ് ആണ്. അങ്ങനൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ 65-68 സമ്മതിക്കുന്നു. പക്ഷേ നേരത്തെ നമ്മളുടെ വർഷങ്ങളായി കേട്ടുകൊണ്ടിരുന്നതും കണ്ടുകൊണ്ടിരുന്നതും ഈ പോസ്റ്റൽ ബാലറ്റ് LDF നല്ലൊരു എഡ്ജ് ഉണ്ടായിരുന്നു. അതില്ല, പക്ഷെ അതിപ്പോഴില്ല. അതിൽ തീർച്ചയായിട്ടും അത് കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച്. പിന്നെ ഒരു കാര്യം നമ്മൾ മറക്കണ്ട, ഈ ന്യൂ ജെൻ ഈ ഒരു പ്രധാന പ്രശ്നമാണ്. നമ്മൾ മുസ്ലിം ക്വസ്റ്റ്യൻ, ക്രിസ്ത്യൻ ക്വസ്റ്റ്യൻ അതൊക്കെ ഉണ്ട്. ആളുകൾ വർഗീയമാണെന്നൊക്കെ പറയുന്നതൊന്നും കാട്ടേണ്ട. തെരഞ്ഞെടുപ്പിൽ അത് ഫാക്ടേഴ്സ് തന്നെയാണ്. 2, ഈ പുതിയ വോട്ടർമാരിൽ ഇത്തവണ അധികം പേർ UDF വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ വലിയ പോസ്റ്ററുകൾ ടെക്നോസിറ്റിയുടെ മുമ്പിൽ വെച്ചതുകൊണ്ട് എതിർബലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ വരുന്നത് കാക്കനാടിൽ നിന്നും എടപ്പള്ളിയിൽ നിന്നും ഈ പറയുന്ന പോലെ കേരളത്തിൽ ഉള്ള ടെക്കികളും ഒക്കെ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ തന്നെയുണ്ട് ടെക്കികൾ. ആ ടെക്കികൾ അപകടകരമായതും ചിലർ BJPക്ക് പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇവർ വിമർശിക്കുമ്പോൾ വിചാരിക്കും നമ്മൾ വിമർശിച്ചിട്ട് ഏതെങ്കിലും ഒരു മയത്തിലുള്ള UDF ആവുമെന്ന്. അതല്ല. അപ്പം ഇതിന് മോഡിയുടെ വലിയ പോസ്റ്ററുകൾ അവർക്ക് സന്തോഷവും, ഈ പിണറായിയുടെ പോസ്റ്ററുകൾ അവർക്ക് വളരെ എന്താ പറയുക സഹിക്കാനും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിലും ബ്രിട്ടാസും സെറ്റും നികേഷ് സെറ്റുകൾ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ തോന്നുന്നത്. അവരാണല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് താങ്കൾ പറയുന്നത്. ഈ പരാജയത്തിൻ്റെ കാരണക്കാർ ഇവരൊക്കെ തന്നെയാണ്. ഈ ഉപദേശക സംഘം, അരാഷ്ട്രീയ ഉപദേശക സംഘമാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ ദൗർബല്യം. രാഷ്ട്രീയം പറയുന്ന ഉപദേശകരെ അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ തിരുമേനി, നമ്മുടെ പ്രഭാവർമ്മ, അദ്ദേഹം എന്തുപദേശിക്കാനാണ്? അദ്ദേഹം സംസ്കൃത ശ്ലോകങ്ങൾ എഴുതി കൊടുക്കും എന്നല്ലാതെ പിണറായിയുടെ വായിൽ ഒതുങ്ങാത്ത സംസ്കൃത ശ്ലോകങ്ങൾ പണ്ട് 3ാം ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു എന്ന് എഴുതി കൊടുക്കുന്നതിനപ്പുറം എന്ത് രാഷ്ട്രീയമാണ് പ്രഭാവർമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുക? പ്രഭാവർമ്മ ഈ ഉപജാപ വൃന്ദത്തിലുണ്ടോ? ഉപജാപം ഒന്നും പറയാൻ പറ്റില്ല. ചെവി കടിക്കുന്ന ഉപജാപം എന്ന് പറഞ്ഞാൽ ഗാങ് ഓഫ് 4 എന്നൊക്കെ പറഞ്ഞ് അധികാരം പിടിക്കാൻ. ഇതല്ലേ ഇതൊരു പറയുന്ന തിണ്ണ നിരങ്ങുകയും പെട്ടി പിടിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് പൊതുവിലുള്ള ഒരു സ്വഭാവ മാറ്റത്തിന്റെ പ്രശ്നമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയൊന്നോ ഒന്നും പറയാനില്ല. ഇംഗ്ലീഷിൽ പറയും ഹാങ്ങേഴ്സ് ഓൺ. അപ്പൊ അങ്ങ് അവരിൽ നിന്ന് എന്താണ് ഒരു പിണറായി വിജയൻ ഒരു സുഖം? എന്താ? രാഷ്ട്രീയമൊന്നും കേൾക്കണ്ട. VS അച്യുതാനന്ദനെ നിങ്ങൾ എതിർക്കുമ്പോൾ നിങ്ങളത് വ്യക്തിപൂജക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണെന്നുള്ളതായിരിക്കില്ല VS ഇഷ്ടം. എനിക്കിട്ട് തന്ന പണി തന്ന അയാളെ ഒതുക്കണം എന്നുള്ളതായിരിക്കും പറയുന്ന ആളായിരിക്കും ഇഷ്ടം, അല്ലേ? അപ്പോൾ അതൊക്കെ ചില സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ആത്മകഥ എഴുതാത്തത് കൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല, ഉദ്ദേശിച്ചില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഇതിനകത്ത് നടക്കുന്നത് വളരെ വലിയ ഒരു ഡീജനറേഷനാണ്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്നത്. പക്ഷേ അനേകം ചെറുപ്പക്കാർ ഈ സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ CPM നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അവരൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാത്തത് ഭയം കൊണ്ടാണോ, അതോ അനർഹമായ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അജിത്തിന് അറിയുന്നില്ല. നിങ്ങൾ CPM പാർട്ടി സെക്രട്ടേറിയറ്റ് എടുത്ത് നോക്കൂ. അതിനകത്ത് പിണറായി വിജയൻ ഉന്നയിക്കുന്ന ഒരു കാര്യത്തോട് രാഷ്ട്രീയമായോ സൈദ്ധാന്തികമായോ പ്രാവർത്തികമായോ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ചങ്കൂറ്റമുള്ള എത്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്?
ചിലർക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് അറിയാം ഞങ്ങൾ വേണ്ടപ്പെട്ട അല്ല. ഇപ്പോൾ ഐസക്ക് അധികം ഒന്നും പറയില്ല, കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആ ബേബിയും ഒന്നും പറയാൻ വഴിയില്ല, അങ്ങനെയുള്ളൂ. പിന്നെ ആരാണ് ബിജു, ഈ പറയുന്ന വളരെ പുത്തൻകൂറുകാരായിട്ടുള്ള പിണറായി വളർത്തിയ ആളുകളെ കൊണ്ടാണ് പിണറായി സെക്രട്ടേറിയറ്റ് നിറച്ചിരിക്കുന്നത് അല്ലേ? സംശയമുണ്ടോ? ഇനി ഞാനിപ്പോൾ എൻ്റെ ഒരു വൈകല്യമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൽ എടുത്തു നോക്കൂ, അതിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ പിണറായിയുടെ മുഖത്തു നോക്കി രാഷ്ട്രീയമായ സഖാവെ തെറ്റാണെന്ന് പറയാൻ പറ്റുന്ന ഒരു പാർട്ടി സെക്രട്ടേറിയറ്റ് ആണോ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നത്? VS ദൈവമാക്കി കണ്ണേ പൊരളെ എന്ന് പറഞ്ഞു മാധ്യമപ്രവർത്തകർ വിളിക്കുക, അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഷാജഹാനും മറ്റുമൊക്കെ വിളിച്ചു പറയുന്ന എഴുതുക, എന്നിട്ട് അത് വലിയ പത്രപ്രവർത്തനം. അപ്പോൾ ഞാൻ അതിനടുത്തൊരു അതല്ല പത്രപ്രവർത്തനം, അങ്ങനെയല്ല നടക്കുന്നത്. അത് രാഷ്ട്രീയമാണ്, അതിപ്പോഴും രാഷ്ട്രീയമാണ്. പിണറായിയെ എതിർക്കുന്നത് രാഷ്ട്രീയത്തിനടുത്തല്ല, അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് കാര്യമാണ്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വീണ്ടും ഫലങ്ങളുടെ ഒരു പെട്ടി തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫലങ്ങൾ വന്നു തുടങ്ങി. 1200 വോട്ടുകൾ എണ്ണി തുടങ്ങി, ഇതിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോഴും നെക്ക് ടു നെക്കിലേക്കാണ് വരുന്നത്. UDF 69, LDF 64. അപ്പോൾ ഇതൊക്കെ വട്ടിയൂർക്കാവിന്റെ ലീഡ് കണ്ടാൽ എനിക്ക് കുറച്ചറിയാം, കാരണം വട്ടിയൂർക്കാവിൽ ആദ്യം എണ്ണുന്നത് BJPക്ക് അനുകൂലമായ മണ്ഡലങ്ങൾ. മുരളി മുന്നിൽ നിന്നാണ് ആദ്യം കാണിച്ചത്. That is a good sign for Murali. It's a good sign for Murali because കവടിയാറും മറ്റേ നമ്മുടെ ശാസ്തമംഗലവും കുറവങ്കോണവും എണ്ണുന്നത് പിന്നിലാണ്. അപ്പോൾ മറ്റുള്ളത്തെ എണ്ണുമ്പോൾ മുരളിക്ക് ലീഡുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടിയാണ് ആ സ്ത്രീക്ക്. എന്താ അവരുടെ പേര്? ശ്രീലേഖയ്ക്ക്. അങ്ങനെ നമുക്കൊരു ഉപ്പ് നോക്കുന്ന പോലെ ഇപ്പോൾ ചിലയിടത്ത് ഇതൊക്കെ പോസ്റ്റലോട്ടായിരിക്കും. പോസ്റ്റലോട്ടാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിൽ കാര്യമില്ല. നമ്മളിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ 1-2 സീറ്റുകൾ മാത്രം 1000 അധികം വോട്ട് എണ്ണിയതായിട്ട് കാണുന്നു. നല്ലത്, എനിക്കറിഞ്ഞൂടെ. ഇത് നമുക്ക് 1-2 സീറ്റുകളെ പറ്റി എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ആദ്യം എണ്ണുന്ന വോട്ടുകൾ ആർക്കാണ് പൊതുവിൽ പോകേണ്ടത്, അതിന് വിരുദ്ധമായിട്ടുള്ള ട്രെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും. ഇപ്പോൾ UDF 69, LDF 64, തെക്കുംപുറം 1174. CP ജോൺ 360, 368 ചിലപ്പോൾ മറ്റേതായിരിക്കാം. പക്ഷേ 1100 ചില്ലുവാനും വരുമ്പോൾ മറ്റേതായിരിക്കും. ഈ വോട്ട് പൊട്ടിച്ച് തുടങ്ങി കാണും. അല്ല, ഞാൻ പിന്നെ ഗൗരിയോ അല്ലെങ്കിൽ അജിത്തോ ശ്രദ്ധിച്ചോന്നറിയാം. ഇന്നലെ ഒരു വാസ്തവത്തിൽ എനിക്ക് വളരെ ഒരു ഇടതുപക്ഷക്കാരെന്നുള്ളതൊക്കെ അഭിമാനം തോന്നിയൊരു സത്യസന്ധത ഞാൻ കണ്ടു. അത് ശൈലജ ടീച്ചർ ഏതോ ഒരു ചാനലിൽ അവരോട് ചോദിക്കുകയാണ്, ആരാണ് ജയിക്കുക എന്നാൽ എത്ര സീറ്റ് കിട്ടുന്ന ചോദിച്ചു. വലിയ തത്വം പോലെ ജനങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള ചില വാചകമിടികളാണല്ലോ CPM സാധാരണ കിട്ടുക. ഈ ടീച്ചർ അങ്ങനെയല്ല പറഞ്ഞില്ല. ടീച്ചർ പറഞ്ഞു എനിക്ക് ജയിക്കാനുള്ള സാധ്യതകളുണ്ട്, കാരണം എൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് അവർ പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, നമ്മൾ ഏത് മാധ്യമം പറഞ്ഞു താങ്കൾ കേരളത്തിൽ എത്രയാണ്? അപ്പോൾ അവർ സത്യം പറഞ്ഞു, 74-നും 80-നും ഇടയ്ക്ക് സീറ്റ് ലഭിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. ആ സത്യസന്ധത വാസ്തവത്തിൽ കൂരിത്തിരിപ്പിച്ചു. വളരെ കാലമായിട്ട് ഇത് കേട്ടു. ഇങ്ങനെ പറയാൻ കഴിയും, പറയില്ല. ഇതാണ് അപ്പോൾ ഈ അച്ചടിച്ച പോലെയുള്ള ഈ ഗോവിന്ദൻ മാഷ് മാതൃകയിൽ എല്ലാവരും ആയാൽ പിണറായിയുടെ ശരീരഭാഷയുടെ മാതൃകയിലായി കമ്മ്യൂണിസ്റ്റ് ആവാൻ ശ്രമിക്കുന്ന ഒരു തലമുറയ്ക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈലജ ടീച്ചർ അതിൽ നിന്ന് വ്യത്യസ്തമായി. എന്നിട്ട് അവർ പറഞ്ഞു, അത് വളരെ കൃത്യമാക്കണം. അവർ പറഞ്ഞു 74-നും 80-നും ഇനി അതിലും വലിയതുമല്ലെങ്കിൽ 80-നും പോകാം. പക്ഷേ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എനിക്കറിയാം. അവരെ പറഞ്ഞ 74-80 പാർട്ടി അണികൾ കൊടുത്ത കണക്കാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടി അണികളെ വിശ്വസിക്കരുത്. പുതിയ ആ കാലം കഴിഞ്ഞു. അപ്പോൾ ഈ ഗോവിന്ദൻ മാഷ് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കും? മനോശാസ്ത്രം ഉണ്ടത്രേ. പോളിംഗ് ബൂത്തിൽ വരുന്നവർ അവരുടെ മനോശാസ്ത്രം മനസ്സിലാക്കാൻ ഈ ബൂത്തിലിരിക്കുന്ന സഖാക്കൾക്കുണ്ട്. ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയും? എന്നിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇടതുപക്ഷത്തിന് ഇന്നും വോട്ട് ചെയ്യുന്ന ആളാണ്. അരിവാൾ ചുറ്റി കണ്ടാൽ അവിടെ പുത്തുന്ന ആളാണ്. ഞാൻ ചെന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന കാണുമ്പോൾ അവിടെ ഇരിക്കുന്ന CPM സഖാവിനെ എന്നെ അറിയുപോലും. ആകെ ഞാൻ 5-10 പേരെ എൻ്റെ വാർഡിലുള്ളൂ CPM. പക്ഷേ അടുത്ത കാലത്ത് ഗൗരി ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഇവിടെ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ജയിക്കുമെന്ന്. നല്ലൊരു MLA നല്ല MLA ആണ് ജയിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പലയിടത്തും ഗൗരിക്ക് ഉൾപ്പെടെ സ്ലിപ്പ് പോലും കിട്ടിയിട്ടില്ല. അവിടുത്തെ പാർട്ടി ഭയങ്കര സങ്കടമാണ്. പറഞ്ഞാൽ വേറെ നമുക്ക് വലിയ കാര്യങ്ങൾ പറയണ്ട. സ്വന്തം വീട്ടിൽ ഞാൻ 10 കൊല്ലമായി എടപ്പള്ളിയിൽ താമസിക്കുന്നു. എടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, ഏരിയ കമ്മിറ്റി ഓഫീസുള്ള സ്ഥലത്ത് 10 വർഷമായി ഒരു സ്ത്രീ സഖാവ് എൻ്റെ ഭാര്യയോട് വന്ന് വർത്തമാനം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണിത്?
ഞാൻ ഓരോ തവണ വരും, ഒരേ സഖാവ്, ചുമട്ടുതൊഴിലാളി സഖാവ്, അയാളുടെ ദിവസത്തെ കൂലി കൊടുത്ത് അയാൾ ഈ നോട്ടീസും സ്ലിപ്പുമായി വരും. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു സ്ത്രീയെ ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരു സ്ത്രീ സഖാവിനെ കൂട്ടിപ്പോകണം എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കമ്മിറ്റിയിൽ? അപ്പോൾ അവർ ചിരിക്കും. അവർക്ക് സാറിനും അറിയാം, എനിക്കും അറിയാമല്ലോ എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ മാധവൻകുട്ടി ഇത് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് പി.ടി. തോമസ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ ഇപ്പോഴും ആലോചിക്കാം, മാധവൻകുട്ടിയും ബാലേന്ദ്രൻ ചുള്ളിക്കാടും അടക്കമുള്ളവർ വഴിയിലിറങ്ങി പി.ടി. തോമസിനോട് ഉമാ തോമസിനോട് വേറെ വൈകാരിക ബന്ധമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അതിരിക്കെ തന്നെ പൊളിറ്റിക്കലായ ഒരു പൊസിഷൻ എടുത്ത് ക്യാമ്പയിൻ ഇറങ്ങിയവരായി ഇവർ. ഞാനത് ശ്രദ്ധിച്ചു. അപ്പം നമുക്ക് സത്യത്തിൽ മനസ്സിന് വിഷമമുണ്ട്. കാരണം എൻ്റെ ജൂനിയറായിട്ട് പടി ഇവർ ഞങ്ങൾ സഹപാഠിയിലൊക്കെ ആയിരുന്നുകൊണ്ടുള്ള വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അതൊരു പൊളിറ്റിക്സാണ്, അവർക്കും മനസ്സിലാവും. അപ്പം അതെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ ആളുകൾ തീരുമാനിക്കുന്നൊരു കാലം പോയി, സ്വന്തം നിലയ്ക്ക് രാഷ്ട്രീയത്തിന്. അതെ. പക്ഷെ അന്ന് പക്ഷെ എനിക്ക് ഒരു വലിയ പാഠവുമായിരുന്നു. വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ക്യാമ്പയിൻ ഇറങ്ങുന്നത്. കാരണം അവസാനത്തെ ഒരു തൊഴിയാണ് എൻ്റെ തന്നെ ദുരിതത്തിട്ടുള്ളത്, മനസ്സിലായില്ലേ? ഇനി ഇത് വാചകമടിക്കലും അല്ലെങ്കിൽ പിണറായി, ഞാൻ കൃത്യമായി പാർട്ടിയുടെ പുതിയ സാമ്പത്തിക നയത്തെ തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളാണ്. അതായത് തൃശ്ശൂർ അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ അപ്പം ചുടുന്ന പോലെ ഈ കോർപ്പറേറ്റ് നയം പാസ്സാക്കി ഐസക്കും എല്ലാവരും ഇരുന്ന്. അന്ന് മുതൽ ഇത് നമ്മളുടെ ഇത് എനിക്ക് സ്വീകാര്യമല്ല. പിന്നെ നമ്മുടെ സിൽവർ ലൈൻ, മോഡി മോഡൽ സൂപ്പർ സ്പീഡ് ട്രെയിൻ, അതിൻ്റെ പേരിൽ വിജയത്തിന് അത് നമുക്ക് യോജിക്കാം. എന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഞാൻ ബാലൻ്റെ കൂടെ പോയത്. പക്ഷെ അതെനിക്കൊരു വിദ്യാഭ്യാസമായിരുന്നു. ജനങ്ങൾ എങ്ങനെ തിരസ്കരിക്കുന്നുവെന്ന്, ബാലനായാലും അത് അതെനിക്ക് പഠിച്ചു. നമ്മളുടെ മാത്രം ആശങ്കയല്ല, അതുപോലെയായിരുന്നു ആ വിജയം. പക്ഷേ ജി സുധാകരനെതിരെ മോശമായി പറഞ്ഞാൽ അങ്ങനെ വിടത്തില്ല. എന്ത് വിടില്ല? എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ പി സി ജോർജ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് വായിക്കുന്നല്ല. പ്രതികരണത്തിന് പി സി ജോർജും UDF 89 സീറ്റ്, LDF 45, NDA 5 സീറ്റ്. NDAയുടെ 5, അതാണ് നമ്മൾ വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ടതും കുറച്ച് ചർച്ച ചെയ്യേണ്ടതും. NDAയുടെ 5 സീറ്റ് 4-5 ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ വരുമ്പോൾ വേറെ ഇനി പത്രങ്ങളും മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലാ തലസ്ഥാനത്തും BJP RSSകാർ പന്തൽ കെട്ടി വിജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്ലക്കാർഡും ഉണ്ടാക്കി ലഡ്ഡു തയ്യാറാക്കി നിൽക്കുന്നുണ്ട്. എന്തിനാണത്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും UDFനും അറിയാമോ? ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സതീശനോ പിണറായിയോ ഒരു വാക്ക് പറഞ്ഞു? നിങ്ങൾ ചോദിക്കുക സാർ, കേൾക്ക്. ഒരു തവണ ഇവിടെ ഒരു ഫാസിസ്റ്റ് സർക്കാരാണല്ലോ ഭരിക്കുന്നത്, പല അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സതീശനോ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ പിണറായിയോ ഒരു കാര്യം പറഞ്ഞു ഒരാളും വേണ്ടിയിട്ടില്ല. അത് ചരിത്രം ഇവരോട് കണക്ക് പറയിപ്പിക്കും. അതുകൊണ്ടാണ് മുസ്ലിം കൺസോളിഡേഷൻ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഈ കേരളത്തിനെ കബളിപ്പിക്കൽ, കമ്മ്യൂണിസത്തിൻ്റെ പേരിലായാലും കോൺഗ്രസ് സെക്കുലറിസത്തിൻ്റെ പേരിലായാലും യഥാർത്ഥ പ്രശ്നത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ കേരളത്തിൽ അനുഭവിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നിശബ്ദത പാലിച്ചിട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ പങ്കെടുത്തിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ 90 സീറ്റ് UDF മുന്നിലാണെന്ന് പറയുന്നു. അല്ല അജിത്ത്, അതിന് മുമ്പായിട്ട് നമ്മൾ പതിയെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. അത് സ്റ്റെബിലൈസ് ചെയ്ത ഒരു ട്രെൻഡിലേക്ക് നീങ്ങുന്നതാണ്. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത ട്രെൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത UDF ഭരണം ഏകദേശം ഉറപ്പിക്കാമെങ്കിൽ ആ ഭരണത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നതിനെ കുറിച്ചുകൂടെ ചർച്ച തുടങ്ങേണ്ട സമയമായോ? ഞാൻ എപ്പോഴേ UDF ജയിക്കുമെന്ന് കരുതിയിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അല്ല മണി ചോദിച്ച പോലെ ഇവർക്ക് പ്രാന്താണോ എന്നൊക്കെ. അങ്ങനെയല്ല, ജയിക്കാൻ പോകുന്ന UDF ആണെങ്കിൽ അവരുടെ എനിക്ക് സംശയമില്ല. UDF ജയിക്കുന്നുവെങ്കിൽ PD സതീശനാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. അതിലെന്താ സംശയം? എൻ്റെ അഭിപ്രായത്തിൽ അർഹത PD സതീശനാണ്. ഒരു സംശയം. KC വേണുഗോപാലിന്റെ പങ്ക് എന്താണ്? അദ്ദേഹം ഇപ്പം ഞാൻ ഏറ്റവും ഒടുവിൽ കേട്ടത് ദൂതന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ? PJ ജോസഫിൻ്റെ അടുത്തും നമ്മുടെ തങ്ങളുടെ അടുത്തും ഒക്കെ. എന്തൊരു ഇതിലും എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തെ അതിൽ നിന്ന് തടയാനാണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാക്കി. ഇനി അങ്ങോട്ട് നോക്കണ്ടെന്ന്. പക്ഷേ VD സതീശനെ ആക്കുമ്പോൾ VD സതീശൻ ഒത്തിരി പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിന് നായകത്വം വഹിച്ചു. തീർച്ചയായിട്ടും കൺസിസ്റ്റന്റ് ഒരു സ്ട്രോങ് നിലപാടെടുത്ത രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ വളരെ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ അതിനകത്ത് KCB ഇപ്പോൾ ഇലക്ഷൻ മത്സരിച്ചിട്ടില്ല.
പക്ഷേ രമേശ് ചെന്നിത്തല മത്സരിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു രമേശ് രമേശ് ചെന്നിത്തല ഒരു യഥാർത്ഥ പ്രശ്നമാണ്. എന്ത് അത് പറഞ്ഞു? താങ്കൾക്ക് എനിക്കറിയാമല്ലോ, ഞാൻ അന്ന് തിരുത്തൽവാദിയായിരുന്നപ്പോൾ മുതൽ എനിക്ക് അടുപ്പമുള്ള ആളാണ്. തിരുത്തൽവാദിയാണെന്നുള്ളതൊക്കെ മറന്നു കേട്ടോ ഇപ്പോൾ ആളുകൾ. കരുണാകര വിരുദ്ധനായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു അനുഭവ പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും വെച്ച് യഥാർത്ഥ വെല്ലുവിളി സതീശന് രമേശ് ചെന്നിത്തലയാണ്. എന്ത് പറഞ്ഞു ഒഴിവാക്കും? അതായത് സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കീഴിൽ ഒരു ആഭ്യന്തരമന്ത്രിയായിരിക്കാൻ രമേശ് തയ്യാറാവില്ല. പ്രതിപക്ഷത്തിരുന്ന പോലെ സാധ്യതയില്ല. അതാണ് നമ്മൾ അവിടെയാണ് നമ്മൾ അതാണ് പത്രപ്രവർത്തനം, അതിലേക്കാണ് വരേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യാത്തതും മാധവകുട്ടി, അവിടെ ഒരു പ്രധാന പ്രശ്നം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ധർമ്മസങ്കടം ഒരു ലെഗസി ലീഡർഷിപ്പ് ഉമ്മൻചാണ്ടിയോടെ ഇല്ലാതെ. ആ ലെഗസി ലീഡർഷിപ്പിന്റെ ലാഞ്ചന ബാക്കി നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയിൽ മാത്രമാണ്. അതാണ് വാസ്തവത്തിൽ അവിടെയാണ് ഈ പ്രശ്നം. ശരി തന്നെ, നമുക്ക് സൊല്യൂഷൻ ഇല്ല. ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ പ്രോബ്ലം. വാട്ട് ഈസ് യുവർ ആൻസർ? ഇതിൽ പ്രോബ്ലം കെ സി വേണുഗോപാൽ അല്ല, അത് രാഹുൽ ഗാന്ധി തീർത്തു. അല്ലെങ്കിൽ മാത്രമല്ല, പാർലമെന്റിൽ മെമ്പേഴ്സ് ആരും മത്സരിക്കേണ്ട എന്ന് പറഞ്ഞോടെ തന്നെ ആ പ്രശ്നം. ഞാനൊരു കാര്യം ചോദിട്ടെ, അങ്ങനെ മത്സരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഈ കെ സി വേണുഗോപാൽ മത്സരിച്ചാൽ കിട്ടുന്ന സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നമ്മുടെ ശശി തരൂരിലൂടെ കൊണ്ടുവന്നു ഇല്ലേ? സംശയമുണ്ടോ അതിന്? ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ എത്ര സീറ്റുകൾ കോൺഗ്രസിന് സുഖമായി കിട്ടുമായിരുന്നു? അപ്പൊ ഈ കെ സി വേണുഗോപാലിന്റെ ആവശ്യം തികച്ചും അന്യായമാണ്. അല്ല, കെ സി വേണുഗോപാൽ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. ഇയാള് ആദ്യം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മത്സരത്തിന് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് ജയിക്കുമെന്നായപ്പോൾ അതിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയത്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇപ്പൊ കെ സി വേണുഗോപാൽ ചിത്രത്തിൽ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ചെയർമാനും ആക്കി, മാത്രമല്ല PSC ചെയർമാനും ആക്കി, അക്കൗണ്ട്സ് ചെയർമാനും ആക്കി. മാത്രമല്ല കെ സി ഇപ്പോ ഇല്ലെന്നിരിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ കെ സി ഇല്ല എന്നുണ്ടെങ്കിൽ സതീശനോ രമേശോ. അപ്പോൾ നമ്മുടെ ചോദ്യം, ഗൗരിയോടുള്ള ചോദ്യം, എന്ത് പറഞ്ഞ് രമേശിനെ ഒഴിവാക്കും? രമേശിനെ ഒഴിവാക്കൽ എന്ന് പറയുന്നത് മാധവകുട്ടി പറഞ്ഞതുപോലെ UDF-നും കോൺഗ്രസ് നേതൃത്വത്തിനും ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. അവരത് എങ്ങനെ അവരെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇമാജിനേഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. കാരണം വേറൊരു പ്രശ്നമുണ്ട്. ഈ കോൺഗ്രസ് നമ്മൾ ഈ വിജയമൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ MLA-മാർക്കിടയിൽ ഉണ്ടാകുന്ന വിഭാഗീയതകൾ വളരെ ക്ലിയർ ആയിരിക്കും. ഒന്ന്, നമ്മൾ കാണുന്നില്ലെങ്കിലും ഇപ്പോഴും അവശിഷ്ട ആന്റണി ഗ്രൂപ്പ് അവിടെ ഉണ്ട്, അവിടെ ശക്തമായിട്ടുണ്ട്. അവിടെ തന്നെ ചില ക്ലെയിമൻസും ഉണ്ട്, ഏറ്റവും മുതിർന്ന പോസ്റ്റിലേക്കല്ല. അതുപോലെ രമേശിൻ്റെതായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു ക്ലെയിമുണ്ട്. അത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, രമേശിന് ഞാൻ വ്യക്തിപരമായി തോന്നാൻ, ഈ 2021 രമേശിനെ ഇതിൽ നിന്ന് മാറ്റിയത്, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയത് കോൺഗ്രസ് കാണിച്ച ഒരു മഠേത്തരമാണ്. ചെയ്യാനൊരു കാരണമുണ്ട്. രമേശ് വാസ് സോഫ്റ്റ് ഓൺ പിണറായി വിജയൻ എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതിന് ചെറിയ ഒരു TP ചന്ദ്രശേഖരൻ കേസിന്റെ അന്വേഷണം മുതൽ അതിന്റെ ഒരു ബാക്കി കിടപ്പുണ്ട്. അത് പിന്നെ വേറൊരു തരം ലിങ്ക് ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്. അത് ആ കഥ പുറത്ത് പറയുന്നില്ല. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.